എല്ലാവർക്കും നമസ്കാരം. ഹീറോസ് വെബിനാറിൽ വീണ്ടും പങ്കെടുത്തതിന് നന്ദി. ഇന്ന് 2025 നവംബർ 16 ഞായറാഴ്ചയാണ്. ഞാൻ കോൺഫർട്ട് യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നാണ് നിങ്ങളോടൊപ്പം ചേരുന്നത്. നിങ്ങൾ ഇവിടെ പുതിയ ആളാണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരിക്കുക, ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുക. നമ്മുടെ മുന്നിലേക്ക് ഒരു അത്ഭുതകരമായ അവസരം വരുന്നുണ്ട്. നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾക്ക് ചില ഘട്ടങ്ങളിൽ താൽപ്പര്യം തോന്നിയേക്കാം. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നവർക്കും ഞങ്ങൾ ഇത് തുടരും. ഇന്നത്തെ വിഷയം എല്ലാവർക്കും ഇടമുണ്ട്. നിങ്ങൾ ഇതിനകം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെങ്കിൽ അഭിനന്ദനങ്ങൾ. നിങ്ങൾ പ്രവേശിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ല ശ്രമം. കൃത്യസമയത്ത് പ്രവേശിക്കാൻ കാത്തിരിക്കുന്നതിനും അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും ഇടമുണ്ട്. അതുകൊണ്ട് ഈ അവസരം നമ്മുടെ സഹോദരൻ അങ്കിൾ ബോബിന് സംഭാഷണം തുടങ്ങാൻ ഞാൻ നൽകുകയാണ്. സ്വാഗതം സഹോദര. നന്ദി സിസ്റ്റർ കോൺഫർട്ട്. എല്ലാവർക്കും നമസ്കാരം. ബി. മേരിലാൻഡിൽ നിന്നുള്ള നിങ്ങളുടെ സഹോദരൻ ബോബ് ആണിത്. എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. നമ്മളെല്ലാവരും ആവേശത്തിലായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ആൻറ്റി, നിങ്ങളുടെ കൈകൾ ഉയർത്തിയത് കാണുന്നത് എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഇന്നത്തെ വിഷയം ഞങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ സ്വയം സംസാരിക്കുന്നതാണ്. എല്ലാവർക്കും ഇടമുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഓൺബോർഡിംഗ് പ്രക്രിയയിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. 2 ആഴ്ച മുൻപ് നമ്മുടെ സ്ഥാപകൻ മിസ്റ്റർ ആഷ് ഈ ഓൺബോർഡിംഗ് പ്രക്രിയ ആരംഭിച്ചു. സിസ്റ്റത്തിലേക്ക് എങ്ങനെയാണ് ഞങ്ങൾ പ്രവേശിക്കുന്നത് എന്ന് വിശദീകരിക്കാൻ അദ്ദേഹം ഒരു വിമാനത്തിന്റെ ഉപമ ഉപയോഗിച്ചിരുന്നു. ക്രമേണ ഞങ്ങൾ കാണുന്നതും അതാണ്. എല്ലാവരെയും ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ സ്ഥാപകൻ മിസ്റ്റർ ആഷ് ഞങ്ങളോട് പറഞ്ഞത് വിക്ടറി വിത്ത് ആഷിലേക്ക് പ്രവേശിക്കാൻ പരിഗണിക്കാൻ ഏകദേശം 6 ലക്ഷം അപേക്ഷകൾ ഉണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് വിക്ടറി വിത്ത് ആഷിൽ ചേരാൻ തുടക്കത്തിൽ തന്നെ 6 ലക്ഷം ആളുകൾക്ക് താൽപ്പര്യമുണ്ടെന്ന് സങ്കൽപ്പിക്കുക. സിസ്റ്റം ക്രമേണയാണ് ആളുകളെ എടുക്കുന്നത്. ഇത് സ്ഥിരപ്പെടുത്തുകയാണ്. സിസ്റ്റം പ്രവർത്തിക്കേണ്ട രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അത് നൽകേണ്ട ഫലങ്ങൾ നൽകുന്നുണ്ട്. വരുന്ന ആളുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ടാണ് ഈ താമസം. അതുകൊണ്ട് നിങ്ങൾ ആദ്യ ശ്രമത്തിൽ പ്രവേശിക്കുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട, വീണ്ടും ശ്രമിക്കുക. വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. സിസ്റ്റത്തിന് ഒരു പ്രശ്നവുമില്ല. സിസ്റ്റം സ്ഥിരതയുള്ളതും പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിക്കുന്നതുമാണ്. നമ്മുടെ സ്ഥാപകൻ മിസ്റ്റർ ആഷ് പറഞ്ഞിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ ഓർമ്മിക്കണം. മാർഗനിർദ്ദേശങ്ങളെയും രഹസ്യസ്വഭാവ നിയമങ്ങളെയും നമ്മൾ മാനിക്കേണ്ടത് പ്രധാനമാണ്. ഇതിനകം കമ്മ്യൂണിറ്റിയിൽ ഉള്ളവർ ശ്രദ്ധിക്കുക, വിക്ടറി വിത്ത് ആഷിനുള്ളിലെ എല്ലാം അതിനുള്ളിൽ തന്നെ നിലനിൽക്കണം. വിക്ടറി വിത്ത് ആഷിലെ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകരുത്. നമ്മുടെ സ്ഥാപകൻ മിസ്റ്റർ ആഷിന് അതിൽ സന്തോഷമുണ്ടാവില്ല. പ്രത്യേകിച്ച് അവരുടെ ലിങ്കുകൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നവരെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. അത് പാടില്ലാത്ത കാര്യമാണ്. നിങ്ങളുടെ ലിങ്ക് വ്യക്തിപരമായ ക്ഷണം മാത്രമാണ്. വിക്ടറി വിത്ത് ആഷിനെക്കുറിച്ച് നമ്മുടെ സ്ഥാപകൻ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ഓർക്കുക. ഇത് തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതായത് മൂല്യത്തെയും ഉയർന്ന ധാർമ്മിക നിലവാരത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് ക്ഷണം വഴി മാത്രമുള്ള സൗജന്യ അംഗത്വമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനോട് അതുപോലെ പെരുമാറണം. ഇത് അംഗത്വം വഴിയുള്ള കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് നമ്മുടെ സ്ഥാപകൻ നമ്മളോട് ആവശ്യപ്പെടുന്ന രഹസ്യ സ്വഭാവം നമ്മൾ മാനിക്കുകയും നിങ്ങൾക്കറിയാവുന്ന ആളുകളിലേക്ക് ക്ഷണം വ്യാപിപ്പിക്കുകയും ചെയ്യുക. ആളുകൾ വന്ന് ഇടപഴകലിന്റെ നിയമങ്ങളെ മാനിക്കുകയും പരിശീലനങ്ങളും നമ്മുടെ സ്ഥാപകൻ നമ്മളോട് ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും പാലിക്കാൻ സമ്മതിക്കുകയും ചെയ്യണം. നമ്മുടെ അന്തിമ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നതിന് മുൻപ് അദ്ദേഹം നമ്മളെ ഒരുക്കുന്നു. അതുകൊണ്ട് ഞാൻ അത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഇടമുണ്ട്. നിങ്ങൾ ഇതുവരെ പ്രവേശിച്ചില്ലെങ്കിൽ വിഷമിക്കുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത്. നിങ്ങൾ കൃത്യസമയത്ത് പ്രവേശിക്കും. നിങ്ങൾ പ്രവേശിക്കും. നമ്മുടെ സ്ഥാപകൻ മിസ്റ്റർ ആഷ് ഗുണനിലവാരമാണ് ഇഷ്ടപ്പെടുന്നത്. അദ്ദേഹത്തിന് വേണ്ടത് ഗുണനിലവാരമാണ്. ഇത് എണ്ണങ്ങളുടെ കളിയല്ല, നിങ്ങൾ എത്ര ആളുകളെ കൊണ്ടുവരുന്നു എന്നതിനെക്കുറിച്ചല്ല, അല്ല, ഇത് അളവിനേക്കാൾ ഉപരി ഗുണനിലവാരമാണ്. നിങ്ങൾക്ക് ആരെയും കൊണ്ടുവരാനില്ലെങ്കിലും അത് നിർബന്ധിതമല്ല. ആളുകളെ പോയി കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഒരു നിർബന്ധവുമില്ല. നമ്മുടെ സ്ഥാപകൻ പറയുന്നത് അതല്ല. വാസ്തവത്തിൽ നിങ്ങൾ ഒന്നാമതായി വന്ന ആളായാലും 10 ലക്ഷാമത്തെ ആളായാലും നമുക്കെല്ലാവർക്കും ഒരേ മൂല്യമാണ്. നമ്മളെല്ലാവർക്കും ഒരേ കാര്യമാണ് ലഭിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ദയവായി ഇത് MLM അല്ല, ഇത് MLM അല്ല.
ഇതൊരു പിരമിഡ് അല്ല, ഇത് ബൈനറിയല്ല, പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള പദ്ധതികളുമല്ല. ഇതൊരു സമ്മാനമാണ്. ഇത് മിസ്റ്റർ ആഷ് നമുക്ക് നൽകിയ ആഴത്തിലുള്ള ഒരു സമ്മാനമാണ്. നമ്മൾക്കറിയുന്ന ആളുകളുമായി പങ്കുവയ്ക്കാനുള്ള സമ്മാനമാണിത്. നമ്മുടേതുപോലുള്ള ചിന്താഗതിയുള്ള, അതേ മൂല്യവ്യവസ്ഥയിലുള്ള, നമ്മൾ വിശ്വസിക്കുന്ന അതേ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകൾ. നമ്മൾ ഇതിനെ ഒരു സർക്കിൾ എന്ന് വിളിക്കുന്നു. ഇതൊരു സർക്കിളാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇടമുണ്ട്. നിങ്ങൾക്ക് നല്ല ഉദ്ദേശ്യമുണ്ടെങ്കിൽ, നല്ല മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾക്കകത്ത് ആ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, എല്ലാവർക്കും സ്വാഗതം. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താം. വിഷയം സ്വയം സംസാരിക്കുന്നു. നിങ്ങൾ വിഷമിക്കുകയോ അല്ലെങ്കിൽ എന്റെ സഹപ്രവർത്തകൻ ഇന്നലെ പറഞ്ഞതുപോലെ മുൻപ് പ്രവേശിച്ച ചില ആളുകൾ, ഓ, നിങ്ങൾ ഇതുവരെ പ്രവേശിച്ചില്ലേ, നിങ്ങൾ ഇതുവരെ പ്രവേശിച്ചില്ലേ എന്ന് ചോദിക്കുന്നത് കേട്ട് വിഷമം തോന്നുകയോ ചെയ്യരുത്. വിഷമിക്കേണ്ട എല്ലാവരും പ്രവേശിക്കും. സിസ്റ്റം നമ്മെ സ്വീകരിക്കുകയാണ്. ആഷ് വിന്യസിക്കുകയും സ്ഥിരപ്പെടുത്തുകയും വികസിപ്പിക്കുകയുമാണ്. നിങ്ങൾ വിന്യസിക്കുന്നു, നിങ്ങൾ സ്ഥിരപ്പെടുത്തുന്നു, നിങ്ങൾ വികസിപ്പിക്കുന്നു. അതുകൊണ്ട് അവസാനം എല്ലാവരും പ്രവേശിക്കും. അതിനുശേഷം നമ്മൾ എല്ലാവരും എടുക്കേണ്ട പരിശീലനം അദ്ദേഹം ആരംഭിക്കും. ബിസിനസ് എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാകും. എന്നിട്ട് നമ്മളുടെ വലിയ, ധീരമായ, മനോഹരമായ, പങ്കുവച്ച സ്വപ്നത്തിലേക്ക് നമ്മൾ നീങ്ങും. എനിക്ക് എപ്പോഴും അതിൽ തെറ്റുപറ്റാറുണ്ട്. സിസ്റ്റർ കോൺഫർട്ടിലേക്ക് തിരികെ. നന്ദി അങ്കിൾ ബോബ്. ഇത് ഒരു സമ്മാനമാണെന്ന് നിങ്ങൾ വേഗത്തിൽ ഓർമ്മിപ്പിച്ചത് എനിക്കിഷ്ടപ്പെട്ടു. മിസ്റ്റർ മുഫാറ നമുക്ക് നൽകുന്നത് ഒരു സമ്മാനമാണ്. നിങ്ങൾ അത് സമ്പാദിക്കുന്നില്ല, നിങ്ങൾ ഒരു തരത്തിലും അതിന് അർഹനല്ല. നന്ദി പറയാനും തിരികെ നൽകാനുമുള്ള ഒരേയൊരു മാർഗം പെരുമാറ്റച്ചട്ടം മാനിക്കുക എന്നതാണ്. ക്ഷണം സ്വകാര്യമാണ്. ഇത് സൗജന്യമായി ചേരുന്നതാണ്, പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു സ്വകാര്യ ക്ഷണമാണ്. പൊതുവിടങ്ങളിൽ പോവുകയോ ബാക്ക് ഓഫീസിന്റെ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുകയോ ചെയ്യരുത്. അത് സ്വീകാര്യമല്ല. അതുകൊണ്ട് പീറ്റർ റോജേഴ്സ്, നിങ്ങൾക്ക് അതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ UK-യിൽ നിന്നുള്ള പീറ്റർ റോജേഴ്സ് ആണ്. പാനലിലുള്ള എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. അതെ, നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പിന്തുടരാൻ ആഗ്രഹിക്കുന്നു. സിസ്റ്റം തികച്ചും നന്നായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് KYC വേം പൂർത്തിയാക്കാൻ ആളുകൾ പരിഭ്രാന്തരാവുന്നുണ്ട്. അത് ഒരു ബാക്ക്ലോഗ് സൃഷ്ടിക്കുകയാണ്. KYC പൂർത്തിയാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ ഒരു ബാക്ക്ലോഗ്. ഇത് ഒരു പ്രശ്നമല്ല, പക്ഷേ ഒരു വലിയ ബാക്ക്ലോഗ് ഉണ്ട്. സിസ്റ്റം അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ സിസ്റ്റത്തിലെ എല്ലാം പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് KYC-യെക്കുറിച്ചും ഇമെയിൽ അയക്കുന്നതിനെക്കുറിച്ചും എനിക്ക് പറയാനുള്ളത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ്. നിങ്ങളുടെ ഊഴം വരും. ഇത് സ്ഥിരമായ പരിശ്രമം മാത്രമാണ്, അത് നിങ്ങൾക്കായി സംഭവിക്കും. ഇതിനിടയിൽ നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ക്ഷണിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുമായി നിങ്ങളുടെ ലിങ്ക് പങ്കുവയ്ക്കുക. നമ്മൾ സംസാരിക്കുന്ന പെരുമാറ്റച്ചട്ടം പിന്തുടരാൻ തയ്യാറുള്ളവരുമായി. നിങ്ങൾ നിങ്ങളുടെ സർക്കിൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുമായി പ്രവർത്തിക്കുക. അവരെ വെറുതെ വിടരുത്. അവർക്ക് വിവരങ്ങൾ നൽകുക. അപ്ഡേറ്റുകൾ നൽകുക. എല്ലാം നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുക. ഇത് സ്ഥിരമായ പരിശ്രമം മാത്രമാണ്. അതിനൊപ്പം പ്രവർത്തിക്കുക. അതുപോലെ ബോബ് പറഞ്ഞ മറ്റൊരു കാര്യം, ആളുകൾ അവരുടെ സർക്കിൾ നിറയ്ക്കാൻ വേണ്ടി ലിങ്കുകൾ എല്ലാവർക്കും നൽകുന്നു. ഇത് നമുക്ക് ആവശ്യമുള്ളതല്ല. ആഷിന് ഇത് ആവശ്യമില്ല. നിങ്ങൾ 2 പേരെ കൊണ്ടുവരുന്നതിൽ കാര്യമില്ല, 3 പേരെ കൊണ്ടുവരുന്നതിൽ കാര്യമില്ല, 10 പേരെ കൊണ്ടുവരുന്നതിലും കാര്യമില്ല. ആഷ് നോക്കുന്നത് കേൾക്കാൻ തയ്യാറുള്ള, നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാൻ തയ്യാറുള്ള, നിങ്ങൾക്ക് അറിയാവുന്നതും വിശ്വസിക്കാവുന്നതുമായ ആളുകളെയാണ്. നിങ്ങൾക്ക് അവരോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയും. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ടീമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ എല്ലാവരും ഒരേ കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകാൻ പോകുകയാണ്. മോശം ആപ്പിൾ പോലെയുള്ള ആരെയും നമുക്ക് വേണ്ട. കാരണം അത്തരത്തിലുള്ള ആളുകളുമായി നിങ്ങൾ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടത് ശരിയായ ആളുകളെയാണ്. അതുകൊണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ലിങ്കുകൾ നൽകുന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത്. സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ലിങ്ക് നൽകിയതുകൊണ്ട് നിങ്ങൾ ചേരാൻ പോകരുത്. ആഷിന് അത് ആവശ്യമില്ല. അത് ചെയ്യുന്നതിന് അദ്ദേഹം പൂർണ്ണമായും എതിരാണ്. നിങ്ങൾക്കറിയാവുന്ന ആളുകളിലേക്ക് നിങ്ങൾ പോകുക.
അവർക്ക് നിങ്ങളെ അറിയാം. അവർ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറാണ്. അവർ നിങ്ങളെ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കേണ്ടത്. നിങ്ങൾക്കറിയാവുന്ന ആളുകളുമായി പ്രവർത്തിക്കുക. ലിങ്ക് സൃഷ്ടിക്കുന്നവരും ഈ സർക്കിളുകൾ സൃഷ്ടിക്കുന്നവരും നിങ്ങളോടൊപ്പവും പ്രവർത്തിക്കണം. അതുകൊണ്ട് ഇത് ഒരു ഇരുവശത്തേക്കുമുള്ള സംവിധാനമാണ്. നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കണം. നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ലിങ്കുള്ള ആളുകളും നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കണം. പക്ഷേ നിങ്ങളുടെ സ്വഭാവം അവർക്കറിയാം. അവർക്ക് നിങ്ങളെ അവരോടൊപ്പം വേണമോ എന്ന് അവർക്ക് അറിയാം. നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഉൾപ്പെടാൻ ശരിയായ വ്യക്തിയായിരിക്കാൻ തയ്യാറാകണം എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഇതിലേക്ക് പ്രവേശിക്കാൻ അവസരമുണ്ട്. ക്ഷമയോടെയിരിക്കുക. നിങ്ങളുടെ KYC പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതിൽ സ്ഥിരമായ പരിശ്രമം തുടരുക. അപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് പോസിറ്റീവായിരിക്കുക. ഇത് മികച്ച കാര്യമാണ്. എല്ലാം ശരിയായ രീതിയിൽ സംഭവിക്കുന്നു. കോൺഫർട്ടിലേക്ക് തിരികെ. നന്ദി പീറ്റ്, ഒരുപാട് നന്ദി. നിങ്ങൾ ഇത് പരസ്യമായി പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. എല്ലാവർക്കും അറിയാൻ വേണ്ടി. നമ്മൾ ഓർമ്മിക്കണം, നിങ്ങൾ 1, 2, 3, 4, 10 ആളുകളെ ചേർത്താൽ അവർ നിങ്ങളുടെ ആടുകളാണ്. നിങ്ങൾ ഇടയനാണ്. അവരെ ഒരുമിച്ച് കൊണ്ടുവന്ന് നയിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അവർ വഴിതെറ്റിപ്പോയേക്കാം. അതുകൊണ്ട് നമുക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയും. കാരണം എനിക്ക് ഒരു സർക്കിൾ ഉണ്ട്. നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അത് വളരെ സഹായകമാണ്. നമ്മൾ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് പങ്കുവയ്ക്കും. ഒരാൾ പറയും, ഞാൻ ഇത് ഇങ്ങനെ ചെയ്തു. മറ്റൊരാൾ പറയും, ഞാൻ അങ്ങനെ ചെയ്തു. ആളുകൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. നമ്മൾ പരസ്പരം സഹായിക്കുന്നു. നിങ്ങളുടെ സ്വന്തം സർക്കിളിൽ നിലനിൽക്കുന്നതും ബന്ധം സ്ഥാപിക്കുന്നതും അടുത്ത ഘട്ടത്തിനായി കാത്തിരിക്കുന്നതും വളരെ രസകരമാണ്. അതുകൊണ്ട് ഇത് നല്ല കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. കോളിൻസ്, നേരത്തെ അങ്കിൾ ബോബ് പറഞ്ഞത് ആളുകളെ കൊണ്ടുവരുന്നത് ഒരു ബാധ്യതയല്ല എന്നാണ്. എന്നിട്ടും ചേർന്ന പലരോടും 10 പേരെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു എന്ന് കണ്ടെത്തി. അതൊരു ബാധ്യതയാണോ അല്ലയോ? നിങ്ങൾക്ക് ഇത് വ്യക്തമാക്കാൻ കഴിയുമോ? ആൻഡി, കോളേജിന് ശേഷം നിങ്ങൾ സംസാരിക്കണം. നന്ദി മിസ്റ്റർ കോൺഫർട്ട്. എല്ലാം തുറന്നു പറഞ്ഞ ബോബിനോടും പീറ്റർ റോജേഴ്സിനോടും എനിക്ക് നന്ദി പറയാനുണ്ട്. അതെ, സത്യം പറഞ്ഞാൽ അദ്ദേഹം അത് വ്യക്തമായി പറഞ്ഞു. ബോബ് പറഞ്ഞതുപോലെ ഇത് മൂല്യത്തെക്കുറിച്ചാണ്. ഇത് ഗുണനിലവാരത്തെക്കുറിച്ചാണ്, അല്ലാതെ അളവിനെക്കുറിച്ചല്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, ആഷിൻ വേണമെങ്കിൽ എണ്ണം കൊണ്ടുവരാൻ കഴിയും. അദ്ദേഹം ഒരു മാസ്റ്ററാണ്. അദ്ദേഹത്തിന് എണ്ണം അറിയാം. അദ്ദേഹത്തിന് 1, 2, 3 ബില്യൺ ആളുകളെ കൊണ്ടുവരാൻ കഴിയും. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് ഗുണനിലവാരം കൊണ്ടുവരുന്നതിനെക്കുറിച്ചാണ്. ഒന്നാമതായി ഗുണനിലവാരം, അത് നമ്മൾ ആവർത്തിക്കണം. സത്യം പറഞ്ഞാൽ നിങ്ങൾ അത് കൊണ്ടുവരേണ്ടതില്ല. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് ഗുണനിലവാരമുള്ള ആളുകൾ ഇല്ലെങ്കിൽ ദയവായി ഒറ്റയ്ക്ക് വരുക എന്നാണ്. കാരണം നിങ്ങൾ വെറുതെ പോയി ലിങ്ക് പുറത്തിടുകയാണെങ്കിൽ, ഇല്ല എനിക്ക് എണ്ണം തികച്ചാൽ മാത്രം മതി എന്ന് പറയുകയാണെങ്കിൽ അത് നിങ്ങളെ വ്യക്തിപരമായി ബാധിക്കും. പീറ്റർ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അറിയാത്ത ഒരാളുമായി നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും? ഞാൻ എന്റെ ലിങ്ക് പുറത്തിട്ടാൽ ഒരുപാട് ആളുകൾ ചേരും. പക്ഷേ ഈ ആളുകളെ എനിക്ക് അറിയുക പോലുമില്ല. ഞാൻ അവരുമായി എങ്ങനെ സഹകരിക്കും? ചിലർ എണ്ണത്തിന് പിന്നാലെ പോകും. പക്ഷേ സത്യം പറഞ്ഞാൽ അവസാനം ബോബ് പറഞ്ഞതുപോലെ ഇത് ഒരു സർക്കിളിനെക്കുറിച്ചാണ്. ആഷ് ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ആദ്യം കയറാൻ തിരക്ക് കൂട്ടുന്നതിനെക്കുറിച്ചല്ല, മറ്റുള്ളവരുമായി പ്രവർത്തിക്കാൻ തയ്യാറാകുന്നതിനെക്കുറിച്ചാണ്. ഇത് സഹകരിക്കുന്നതിനെക്കുറിച്ചാണ്. ശ്രദ്ധിക്കുന്നതിനെക്കുറിച്ചുള്ള അത്തരം എല്ലാ മൂല്യങ്ങളും ആഷിന് വേണം. കാരണം നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റിയിലാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് ആളുകളെ അറിയണം. നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ, ശരി നമുക്ക് ഒരു ചെറിയ സംഭാഷണം നടത്താം എന്ന് പറയാൻ ഒരാൾ ഉണ്ടാകണം. നിങ്ങളെ തിരക്കിട്ടു കൊണ്ടുവന്ന ശേഷം അടുത്ത ദിവസം അപ്രത്യക്ഷമാവുന്ന ഒരാളല്ല വേണ്ടത്. എനിക്ക് അവകാശമുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളല്ല. ഇവിടെ ഒരു അവകാശവാദവുമില്ല. നമ്മൾ എന്തിനാണ് ഈ പ്ലാറ്റ്ഫോം നിർമ്മിച്ചത് എന്ന് ഓർമ്മിക്കണം. ഇതൊരു ട്രാൻസിഷണൽ ഹബ്ബാണ്. ഒരു വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോം. അത് നമ്മളെ വലിയ, ധീരമായ, മനോഹരമായ സ്വപ്നത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറായിരിക്കണം. നിങ്ങൾ പഠിക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ഈ വിക്ടറി വിത്ത് ആഷിൽ കുടുങ്ങിപ്പോകുമെന്ന് അറിയുക.
വിക്ടറി വിത്ത് ആഷ് പ്രധാന ബിസിനസ്സല്ല, കാരണം പലരും ഇത് കാണുമ്പോൾ എവിടെയാണ് ഉൽപ്പന്നം, ഇതെവിടെയാണ് എന്ന് ചോദിക്കും. ഇത് നമ്മൾ പോകേണ്ടിടത്തേക്ക് വലിയ, ധീരമായ, മനോഹരമായ സ്വപ്നത്തിലേക്ക് ഒരുക്കുന്ന ഒരു വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോം മാത്രമാണ്. നിങ്ങൾ വരികയാണെങ്കിൽ, പഠിക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ, സിസ്റ്റം ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ, എല്ലാവരും പഠിക്കും. ആ പഠനത്തിനുള്ളിൽ വിജയിക്കുന്നവർ മാത്രമേ കടന്നുപോവുകയുള്ളൂ. ഇത് 100% സത്യമാണ്. അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള ഒരാളല്ലെങ്കിൽ, ആഷ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ മുത്തശ്ശിക്കുപോലും ഇത് ചെയ്യാൻ കഴിയും. ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട്, ഞാൻ പഠിക്കേണ്ടി വരുമോ, ഞാൻ വീണ്ടും യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ടി വരുമോ, ഞാൻ പരീക്ഷ എഴുതേണ്ടി വരുമോ എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയം നീക്കം ചെയ്യുക. ഇത് നിങ്ങളെ ഒരുക്കുന്ന ഒന്നാണ്. പക്ഷേ നമ്മുടെ സഹോദരൻ ബോബ് പറഞ്ഞതുപോലെ നിങ്ങൾ വരാൻ തയ്യാറായിരിക്കണം. നിങ്ങളുടെ തല താഴ്ത്തി പ്രക്രിയയിലൂടെ കടന്നുപോകുക. അവസാനം നിങ്ങൾ തിരിഞ്ഞുനോക്കുമ്പോൾ വിക്ടറി വിത്ത് ആഷിനെ നോക്കി പറയും, കൊള്ളാം, ഇത് ശരിക്കും ഒരു വലിയ അവസരമായിരുന്നു. ഇത് നിങ്ങളെ വ്യക്തിപരമായി വളർത്തുന്ന ഒന്നാണ്. നമുക്ക് ബിസിനസ്സിനെ മറക്കാം. നിങ്ങളുടെ സ്വന്തം വ്യക്തിപരമായ ജീവിതത്തിൽ ഇത് നിങ്ങളിൽ ഒരു സ്വാധീനം സൃഷ്ടിക്കും. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയും. നിങ്ങൾ അതിനായി പണം നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ചെലവേറും. പക്ഷേ അദ്ദേഹം അത് സൗജന്യമായി നൽകുകയാണ്. വരുന്നവരെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. ദൈവം വിലക്കട്ടെ, അവർ പ്രക്രിയയിലൂടെ പോകാതിരിക്കാൻ വിസമ്മതിച്ചു. പക്ഷേ അവർ പ്രക്രിയയിലൂടെ പോയി. മിസ്റ്റർ ആഷ് മുഫാർ അതിന് പണം നൽകി. അവർ പാലത്തിലൂടെ പോകാതെ പോകാൻ തീരുമാനിച്ചു. അവർ അറിവ് നേടി. അവർക്ക് സ്വന്തമായി എന്തെങ്കിലും സ്ഥാപിക്കാൻ കഴിയും. നിങ്ങൾക്ക് ആ അറിവ് സൗജന്യമായി ലഭിച്ചു. ഇതാണ് ഇതിന്റെ സൗന്ദര്യം. വരിക, സൗജന്യമായി അറിവ് നേടുക, എന്നിട്ട് കടന്നുപോവുക. നിങ്ങൾ നേടുന്ന അറിവ് നിങ്ങളുടെ സ്വന്തം ദൈനംദിന ജീവിതത്തിൽ ആന്തരികമായും ബാഹ്യമായും നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ആശയവിനിമയം നടത്തുന്ന രീതി, നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്ന രീതി, നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും നൽകിയ അറിവ് കാരണം ആളുകൾ മാറ്റം കാണും. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് ശരിക്കും എണ്ണങ്ങളുടെ കളിയല്ല. എന്റെ സഹോദരൻ ബോബ് പറഞ്ഞതുപോലെ ഇത് ഗുണനിലവാരത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് കോൺഫർട്ട്, ഞാൻ ഇവിടെ നിർത്തുന്നു. നന്ദി, നന്ദി, നന്ദി. അതെ ആൻഡി, എന്നെ അനുവദിക്കുകയാണെങ്കിൽ ഇതിലേക്ക് എനിക്ക് സംഭാവന ചെയ്യാൻ ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും ആളുകൾക്ക് ഇത് മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. 10 പേരെ കൊണ്ടുവരുന്നതിന്റെ ഈ ആശയം. ഞാൻ ഒരു ചെറിയ കഥ പറയാം. എന്റെ നാട്ടിലെ ഒരു സ്ത്രീയോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. സിസ് ഗോ, നിങ്ങൾ ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അവളോട് പറഞ്ഞു, വിക്ടറി വിത്ത് ആഷിൽ ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏത് നിമിഷവും ഞാൻ ഉണർന്ന് നിങ്ങളുടെ ഫോണിലേക്ക് വിളിച്ച് നിങ്ങൾ ഫുറയിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുന്നേറ്റ് പോകണം. ഫുറ എന്റെ രാജ്യത്തെ ഒരു സ്ഥലമാണ്. അത് നൈജീരിയയോട് അടുത്താണ്. പക്ഷേ അങ്ങോട്ട് മോട്ടോർ വാഹന ഗതാഗതമുള്ള റോഡില്ല. നിങ്ങൾ പല കിലോമീറ്ററുകൾ നടന്നു പോകണം. അവൾ പറഞ്ഞു, അതെ സിസ്, ഞാൻ അത് ചെയ്യും. അതാണ് മിസ്റ്റർ മുഫാറയ്ക്ക് വേണ്ട വ്യക്തി. ഒരാളുടെ ജീവിതം മാറ്റാൻ വേണ്ടി കുറച്ച് സമയത്തേക്ക് കഷ്ടപ്പെടാൻ തയ്യാറുള്ള വ്യക്തി. അത്തരത്തിലുള്ള ആളുകളെയാണ്. അതുകൊണ്ട് 10 പേരെ വരെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് അവസരമുണ്ടെന്ന് ആഷ് പറയുന്നുണ്ടെങ്കിൽ അതൊരുതരം ശാക്തീകരണമാണ്. ജീവിതം മാറ്റാൻ വേണ്ടി ഫുറയിലേക്ക് പോകാൻ ശ്രമിക്കാൻ തയ്യാറുള്ള അത്തരത്തിലുള്ള ആളുകളെ തിരഞ്ഞെടുക്കാൻ നിങ്ങളുടെ തീരുമാനത്തെ അദ്ദേഹം വിശ്വസിക്കുന്നു. കാരണം നിങ്ങളും ഞാനും മാത്രമാണെങ്കിൽ നമ്മൾക്ക് നമ്മൾ ഇരിക്കുന്നിടത്ത് നന്നായിരിക്കും. നമ്മുടെ ജീവിതം മാറും. പക്ഷേ നിങ്ങൾക്ക് നടന്ന് അവിടെ പോകാൻ കഴിയുന്നില്ലെങ്കിൽ അവർ മരിക്കുന്നതുവരെ അവിടെ തന്നെ തുടരും. അവർക്ക് ഈ അവസരം ഒരിക്കലും ലഭിക്കില്ല. അതുകൊണ്ട് ആൻഡി, ഞാൻ നിങ്ങളെ സംസാരിക്കാൻ അനുവദിക്കാം. നന്ദി. നന്ദി കോൺഫർട്ട്. ഇവിടെ ബോബ് വളരെ നല്ല ഒരു കാര്യം കൊണ്ടുവന്നു. ഞാൻ അത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ വർഷങ്ങളായി സാമ്പത്തിക സേവന വ്യവസായവുമായി ബന്ധപ്പെട്ട് KYC ചെയ്യുന്നതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. KYC കമ്പനികൾ ഒരു ദിവസം 100 എണ്ണം ചെയ്യുമായിരിക്കും. ആരാണെന്ന് സ്ഥിരീകരിക്കാൻ 10,000 അല്ല, 1000 പോലും അല്ല. അതുകൊണ്ട് ഒരു കാര്യം പറയുകയുണ്ടായി എന്ന് ഞാൻ കരുതുന്നു. കമ്പനി പറഞ്ഞിട്ടുണ്ട്, നോക്കൂ, ഇതിനോട് ഞങ്ങൾ ശീലിച്ചിട്ടില്ല. അവസാനമായി ഇതിനോട് അടുത്തുവന്നത് സർക്കാരുകൾ സംഘടിപ്പിച്ചതിനേക്കാൾ കൂടുതലാണ്. അത്രയധികം ആളുകൾ ഒരേ കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് പീറ്റർ പറഞ്ഞതുപോലെ പരിഭ്രാന്തരാവരുത്. നമ്മൾ അവിടെ എത്തും.
നമ്മൾ അവിടെ എത്തുമ്പോൾ അതൊരു സ്ഫോടനമായിരിക്കും. നിങ്ങൾക്ക് അറിയാമല്ലോ, പലർക്കും അധിക ഇടങ്ങളുണ്ട്. ആ 100 മണിക്കൂർ കഴിഞ്ഞിരിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിട്ടും. അതുകൊണ്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പക്ഷേ എല്ലാവരും പറഞ്ഞതുപോലെ ഇവിടെ എല്ലാവർക്കും ഇടമുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണ്. വീണ്ടും ഞാൻ ഈ വസ്തുതയിലേക്ക് വരാൻ പോകുകയാണ്. ഇത് ലോകോത്തര പരിശീലനമാണ്. ഈ പരിശീലനം സംഭവിക്കും. നമ്മൾ സ്വന്തമായി ഇത് നേടാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്നതിനും വിദഗ്ധർ നമ്മളോട് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് കേൾക്കുന്നതിനും ആയിരക്കണക്കിന് ഡോളർ ചെലവ് വരുമായിരുന്നു. നമുക്ക് അതിന് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെയുള്ളത്. നമ്മൾ ആദ്യം ആഷിനൊപ്പം ചേരാൻ ആഗ്രഹിച്ചതിന്റെ ഒരു കാരണം ഇതാണ്. ഇപ്പോൾ നമ്മളിൽ പലർക്കും ഇത് മാറിയിട്ടുണ്ടാവാം. പക്ഷേ അടിസ്ഥാനപരമായി അദ്ദേഹം ഈ പരിശീലനത്തിന് പണം നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഇതിന് വലിയ തുക നൽകിയിട്ടുണ്ട്. ഇപ്പോൾ വിക്ടറി വിത്ത് ആഷിൽ എല്ലാവരും പ്രവേശിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ പരിശീലനം സൗജന്യമായി കേൾക്കാൻ കഴിയും. സൗജന്യമായി. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ സ്വന്തം ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനോ നിങ്ങൾ മുമ്പ് ചെയ്യാത്ത എന്തെങ്കിലും ചെയ്യുന്നതിനോ വേണ്ടി അവരുടെ മേഖലയിലെ വിദഗ്ധരെ കാണാനോ അവരെ കാണാനോ വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ. അവരുമായി ഇരുന്ന് അവർക്ക് പറയാനുള്ളത് കേട്ട് അതിൽ നിന്ന് പഠിക്കാൻ കഴിയുക. അതൊരു അവിശ്വസനീയമായ അവസരമാണ്. നമ്മളിൽ മിക്കവർക്കും ആ അവസരം ലഭിച്ചിട്ടില്ല, കാരണം നമുക്ക് അതിന് താങ്ങാൻ കഴിയുമായിരുന്നില്ല. വിക്ടറി വിത്ത് ആഷിന്റെ ഭാഗമായതുകൊണ്ട് മാത്രം ഇത് നമുക്ക് സൗജന്യമായി നൽകുകയാണ്. അതുകൊണ്ട് ക്ഷമയോടെയിരിക്കുക, പരിഭ്രാന്തരാവരുത്. ശാന്തമായിരിക്കുക. അത് വരുന്നുണ്ട്. കോൺഫർട്ടിലേക്ക് തിരികെ. ഞാൻ അതിനെ വിലമതിക്കുന്നു. ആൻഡി, ഒരുപാട് നന്ദി. ആൻഡി ഏതാനും കാര്യങ്ങൾ പരാമർശിച്ചു. അദ്ദേഹം തന്റെ അവതരണം അവസാനിപ്പിച്ചപ്പോൾ ആളുകളെ ശാന്തരാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് വേഗത്തിൽ തിരികെ വരാൻ ആഗ്രഹിക്കുന്നു. 100 മണിക്കൂറിനെക്കുറിച്ചും ലിങ്ക് കാലഹരണപ്പെട്ടതിനെക്കുറിച്ചും നിങ്ങൾ കൂടുതൽ വെളിച്ചം വീശാമോ? അതെ, 100 മണിക്കൂർ. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഇതിനകം 100 മണിക്കൂർ എല്ലാവർക്കുമായി നൽകിയിട്ടുണ്ട്. അത് മികച്ചതാണ്. കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത്. മിസ്റ്റർ ആഷ് മുഫാറയുടെ ഒരു തന്ത്രപരമായ നീക്കമാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ലഭിച്ചു, നിങ്ങളുടെ 100 മണിക്കൂർ കാലഹരണപ്പെട്ടു. അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട, പരിഭ്രാന്തരാവരുത്. കാരണം അവസാനം നിങ്ങൾ അത് ഉപയോഗിച്ചില്ല. ഒരുപക്ഷേ നിങ്ങളുടെ സർക്കിളിൽ പ്രവർത്തിക്കാൻ അനുയോജ്യമായ ഒരാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് 100 മണിക്കൂർ കാലഹരണപ്പെട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെക്കുറിച്ച് വിഷമിക്കുക പോലുമില്ല, ഞാൻ അതിനെ ഒരു നേട്ടമായി കാണും. എനിക്ക് ആരെയും ലഭിച്ചില്ല. പക്ഷേ ചില ആളുകൾ പരാതി പറയും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആഷ് ചെയ്യുന്നത് കൂടുതൽ തന്ത്രപരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മിസ്റ്റർ കോൺഫർട്ട്, ഇത് ബിസിനസ്സിനെക്കുറിച്ചും വിക്ടറി വിത്ത് ആഷിനുള്ളിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എങ്ങനെ ഓൺബോർഡ് ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചുമുള്ള തന്ത്രപരമായ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അത് അവിടെ നിർത്താം. ആളുകൾ പരിഭ്രാന്തരാകേണ്ടതില്ല എന്ന് ഞാൻ പറയും, കാരണം ആളുകൾ വിളിക്കുന്നു, ഓ, ഇത് കാലഹരണപ്പെട്ടു, കാരണം നിങ്ങൾക്ക് ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇത് ഒരു തിരക്കല്ല. നമ്മൾ പറഞ്ഞതുപോലെ ഇത് ഒരു എണ്ണത്തിന്റെ കളിയല്ല. ഇത് ശരിയായ ആളുകളെ തിരയുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് സർക്കിളിനുള്ളിൽ ഉണ്ടാവാൻ കഴിയുന്ന ശരിയായ ആളുകളെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങനെയാവട്ടെ, ആഷിൻ സ്വന്തമായി എണ്ണം കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് ഞാൻ അത് അവിടെ നിർത്തുന്നു. കോൺഫർട്ട്. ശരി അങ്കിൾ ബോബ്, നിങ്ങൾ ഒരു കംപ്ലയിൻസ് വ്യക്തിയാണെന്ന് എനിക്കറിയാം. പെരുമാറ്റച്ചട്ടം, ധാർമ്മിക തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾക്ക് വലിയ താൽപ്പര്യമുണ്ട്. ആളുകൾ പെരുമാറ്റച്ചട്ടം മറികടന്നാൽ എന്ത് സംഭവിക്കും? എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും? കാരണം ആളുകൾ ഇപ്പോഴും മുന്നറിയിപ്പ് നൽകിയിട്ടും അത് ചെയ്യുന്നുണ്ട്. അതെ, നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ victory.comൽ നിന്ന് ഞാൻ സംസാരിക്കാം. എല്ലാവരും ആ വെബ്സൈറ്റിലൂടെ പോകണം എന്ന് ഞാൻ ഉപദേശിക്കുന്നു. ഓരോ തവണ നിങ്ങൾ ആ വെബ്സൈറ്റിലൂടെ പോകുമ്പോഴും നിങ്ങൾ എന്തെങ്കിലും പഠിക്കുന്നു. നിങ്ങൾ victory.comലൂടെ പോകുമ്പോൾ നിങ്ങൾ നാവിഗേറ്റ് ചെയ്യുന്ന ഓരോ പേജിലും പെരുമാറ്റച്ചട്ടം നിങ്ങൾക്ക് ലഭ്യമായി കാണാം. അത് വളരെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഇത്തവണ നമ്മുടെ സ്ഥാപകൻ മിസ്റ്റർ ആഷ് കംപ്ലയിൻസ്, മാർഗനിർദ്ദേശങ്ങൾ പാലിക്കൽ, നിങ്ങളുടെ പെരുമാറ്റം, രഹസ്യസ്വഭാവം എന്നിവയുടെ കാര്യത്തിൽ കളിക്കുന്നില്ല. നമ്മൾ മറ്റേ സ്ഥലത്ത് പഴയ വാഹനത്തിൽ ആയിരുന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ അദ്ദേഹം ഇത്തവണ എടുക്കാൻ പോകുന്നില്ല.
ചില ആളുകൾ അന്ന് ചെയ്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒരുപാട് തലവേദന ഉണ്ടാക്കി. ഇപ്പോൾ എല്ലാം തന്ത്രപരമായി ചെയ്തിരിക്കുന്നു. അദ്ദേഹം എല്ലാം പുറത്തുവിട്ടിരിക്കുന്നു. ഇടപഴകലിനുള്ള നിയമങ്ങൾ നമ്മൾക്കെല്ലാവർക്കും മുന്നിലുണ്ട്. നമ്മൾ അത് പാലിക്കണം. കംപ്ലയിൻസ്, രഹസ്യ സ്വഭാവം, പെരുമാറ്റച്ചട്ടം, വിവരങ്ങൾക്കകത്ത് എന്താണ് ചെയ്യുന്നത് അത് അകത്ത് തന്നെ വെക്കുക. വിക്ടറി വിത്ത് ആഷിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും, എല്ലാ കാര്യങ്ങളും വിക്ടറി വിത്ത് ആഷിനുള്ളിൽ തന്നെ ചെയ്യാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ സ്ഥാപകൻ മിസ്റ്റർ ആഷ് പറയുന്നതിന്റെ ഗുരുതരമായ ലംഘനമാണ്. ഊഹിക്കുക, ഇത് അദ്ദേഹത്തിന്റെ കൈകളില്ല എന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കംപ്ലയിൻസ് ടീം, നിയമ ടീം, അഭിഭാഷകർ, അവരെല്ലാവരും കാണുന്നുണ്ട്. അവർ നമ്മളെയെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. അവരെല്ലായിടത്തും ഉണ്ട്. അവർ എല്ലാം കാണുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് ലഭിക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഹേയ്, നിങ്ങൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക് ഓഫീസിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ലെന്ന് മാത്രമേ നിങ്ങൾ കണ്ടെത്തുകയുള്ളൂ. നിങ്ങൾ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ലോഗിൻ ലഭിക്കുന്നില്ല. നിങ്ങൾ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ലോഗിൻ ലഭിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു വഴിയാണ്. ഇപ്പോൾ ആഷ് എത്രത്തോളം കർശനമാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കും. നമ്മൾ മുമ്പ് അറിഞ്ഞിരുന്ന ആഷിൽ നിന്ന് വ്യത്യസ്തനാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ആഷ്. അതുകൊണ്ട് അദ്ദേഹം എക്സ്, വൈ അല്ലെങ്കിൽ ഇസഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ ദയവായി അത് ചെയ്യുക. കാരണം ഈ ലളിതമായ കാര്യങ്ങൾ നിങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ അവ സങ്കീർണമായവയല്ല. ഇടപഴകലിനുള്ള സങ്കീർണമായ നിയമങ്ങളും നിയന്ത്രണങ്ങളുമല്ല. ഇത് നമ്മളെ നയിക്കാൻ വേണ്ടിയുള്ള ലളിതമായ കാര്യങ്ങൾ മാത്രമാണ്. കമ്പനിയെ സുരക്ഷിതമായി നിർത്താൻ, നമ്മളെ സുരക്ഷിതമായി നിർത്താൻ, വിവരങ്ങൾ സുരക്ഷിതമായി നിർത്താൻ വേണ്ടിയുള്ളവ. അതുകൊണ്ട് എല്ലാവരും സുഖമായിരിക്കും. അതുകൊണ്ട് അതാണ് ഞാൻ അതിലേക്ക് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്. സിസ്റ്റർ കോൺഫർട്ട്, നമുക്ക് ഇടപഴകാം. കംപ്ലയിൻസ്, നന്ദി സഹോദരാ. ആഷ് ഇപ്പോൾ വ്യത്യസ്തനാണെന്ന് നിങ്ങൾ പറയുമ്പോൾ നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. വിൻസെന്റ് എന്നോടും എമ്മയോടും യോജിക്കുമെന്ന് ഞാൻ കരുതുന്ന ഒരു ചൊല്ലുണ്ട്. ഒരിക്കൽ കടിച്ചാൽ 2 തവണ ലജ്ജിക്കും. അദ്ദേഹം ഒരു തവണ കടിക്കപ്പെട്ടു കഴിഞ്ഞു. അദ്ദേഹത്തെ ഇനി ഒന്നും കടിക്കാൻ അദ്ദേഹം അനുവദിക്കില്ല. നമുക്കറിയാം അത്. അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് മറക്കുക. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് സിസ്റ്റർ ആവി, ദയവായി നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കാര്യം പറയാൻ ആഗ്രഹമുണ്ടോ? അതെ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളെ കാണുന്ന എല്ലാവർക്കും, ഈ പാനലിൽ രാവും പകലും ഞങ്ങൾക്ക് ശക്തി നൽകുന്ന എല്ലാവർക്കും ഞാൻ എന്റെ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഞാൻ കാണുകയാണെങ്കിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വരുന്ന ഈ ആളുകളെ നോക്കുന്നത്, ഇവിടെയുള്ള ഈ പുരുഷന്മാരെയും സ്ത്രീകളെയും നോക്കുന്നത്, നിങ്ങൾ വിജയിക്കാൻ പോകുന്നു എന്ന് അറിയാൻ മതിയാകും. എല്ലാവർക്കും ഇടമുണ്ട് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഇത് ഒരിക്കലും വിറ്റുപോയ ബോർഡ് വെക്കേണ്ടി വരാത്ത ഒരു സാഹചര്യമാണ്. ഇത് ഒരിക്കലും വിറ്റുപോവുകയില്ല. അതുകൊണ്ട് ഇത് അനന്തമായിരിക്കുമെന്ന് നമ്മൾ വ്യക്തമാക്കണം. കാരണം നമ്മുടെ ലക്ഷ്യം ലോകമാണ് എന്ന് മറക്കരുത്. നമ്മൾ ലോകത്തെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇടമുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. നമ്മൾ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് മറക്കരുത്. ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ പോലും നമ്മുടെ മികച്ച ടീം അംഗങ്ങളിൽ ചിലർ കൂടുതൽ ആളുകൾ വരാൻ പോകുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ഒരിക്കലും വിറ്റുപോയ അവസ്ഥ ഉണ്ടാവില്ല. പിന്നെ ഒരു തിക്കിലും തിരക്കിലും ഉണ്ടാവില്ല. അടുത്തിടെ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു തിക്കിലും തിരക്കിലും കേട്ടു. 300 ഓളം ആളുകൾ മരിച്ചു തള്ളിക്കയറ്റം കാരണം. അതുകൊണ്ട് ഇവിടെ ഒരു തകർച്ചയും ഉണ്ടാകില്ല. അവസാനമായി എനിക്ക് പറയാനുള്ളത്, നമ്മൾ എല്ലാവരും ഒരേ സ്ഥലത്തേക്ക്, ഒരേ ആശയവുമായി, ഈ വലിയ, ധീരമായ, പങ്കുവെച്ച മനോഹരമായ സ്വപ്നത്തിലേക്ക് പോകുമ്പോൾ ചില ആളുകൾക്ക് വേഗത കുറവാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചിലർക്ക് സമയം ആവശ്യമുണ്ട്. ചില ആളുകൾ ഇപ്പോൾ ഉണരുന്നു. ഇനിയും വരുന്നവരുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് തുറക്കുക. എല്ലാവരെയും കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണിത്. എല്ലാവർക്കും ഇന്ന് വരാൻ കഴിയില്ലെന്ന് എന്നെ വിശ്വസിക്കുക. നിങ്ങൾക്കുള്ള സർക്കിളുകളിൽ ഏകദേശം 6 ആഴ്ചകൾക്കുള്ളിൽ ഒരാൾ വന്ന്, ഓ, ഇത് എപ്പോഴാണ് തുടങ്ങിയത് എന്ന് ചോദിക്കും. അതുകൊണ്ട് വൈകി വരുന്നവർക്കും, സാവധാനം വരുന്നവർക്കും, സാവധാനം ചിന്തിക്കുന്നവർക്കും എല്ലാവർക്കും നമ്മൾ ഇടം നൽകുന്നു. നന്ദി ശക്തമായ സഹോദരി. നന്ദി സഹോദരൻ ഒലിവർ. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു വാക്ക് ചേർക്കാൻ ആഗ്രഹമുണ്ടോ? അതെ, നന്ദി. എല്ലാവർക്കും സന്തോഷ ഞായറാഴ്ച. എന്റെ സഹോദരങ്ങളും സഹോദരിമാരും സംസാരിച്ച കാര്യങ്ങളോട് എന്റെ ശബ്ദം കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദയവായി സോഷ്യൽ മീഡിയയിൽ ലിങ്ക് പങ്കിടരുത്. സോഷ്യൽ മീഡിയയിലേക്ക് ഒരു ലിങ്കും എടുക്കരുത്. ദയവായി നിങ്ങളുടെ സർക്കിളുമായി സഹകരിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഹകരിക്കുക. സഹകരണമാണ് പ്രധാനം. നിങ്ങൾ നിങ്ങളുടെ സർക്കിളുമായി സഹകരിക്കുക. എല്ലാവർക്കും ഇടമുണ്ട്. കാരണം നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോം സ്ഥിരതയുള്ളതും സുരക്ഷിതവും പൂർണ്ണമായും പ്രവർത്തനക്ഷമവുമാണ്. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നിടത്ത് സുഖമായിരിക്കുന്നു. നമ്മുടെ CEO
നമ്മളെ തന്ത്രപരമായി കൊണ്ടുപോകുന്നു. എല്ലാവരും സുഖമായിരിക്കും. നമ്മൾ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മൾ ശാന്തമായിരിക്കുക. നമ്മൾ എല്ലാവരും അകത്ത് കടക്കും. എന്റെ സഹോദരൻ ബോബ് പറഞ്ഞതുപോലെ, നിങ്ങൾ ഒന്നാമനാണെങ്കിലും അവസാനത്തെ ആളാണെങ്കിലും നിങ്ങൾ സുഖമായിരിക്കും. അതുകൊണ്ട് നമുക്ക് മൂല്യമുണ്ട്, ഗുണനിലവാരം ആവശ്യമാണ്. ആ ഗുണനിലവാരമാണ് ഇന്നത്തെ ചർച്ചാവിഷയം. പെരുമാറ്റച്ചട്ടം നമ്മുടെ ബൈബിളായി എടുക്കേണ്ട ഒന്നാണ്. നമ്മുടെ അഭിനിവേശവും നമ്മുടെ പ്രതിബദ്ധതയും നമ്മുടെ ആവേശവുമാണ് ഇന്നും ഭാവിയിലേക്കും നമ്മെ കൊണ്ടുപോകേണ്ടത്. നോക്കൂ, ഞാൻ ഇന്നലെ സിനിമയിലെ സസ്പെൻസിനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ ഒരു നോവൽ വായിക്കുകയാണ്, നിങ്ങൾ ഒരു സിനിമ കാണുകയാണ്. ആളുകൾ അവരുടെ പോപ്കോണും മറ്റുമായി സിനിമ കാണാൻ ആവേശഭരിതരാണ്. അവിടെ എപ്പോഴും ഒരു സസ്പെൻസ് ഉണ്ടാവും. ആ സസ്പെൻസാണ് ആവേശം, അതാണ് പ്രതിബദ്ധത, അതാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മൾ ശാന്തമായിരിക്കുക, ആവേശം കൊള്ളുക, പ്രതിബദ്ധതയുള്ളവരായിരിക്കുക. നമ്മൾ അവിടെ എത്താൻ പോകുകയാണ്. ഉയർച്ച, പുനഃക്രമീകരണം, വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കൽ. ഇതാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം. നമ്മളെ വലിയ, ധീരമായ, മനോഹരമായ, പങ്കുവെച്ച സ്വപ്നത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥലമാണ് വിക്ടറി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ ആവേശത്തിലാണ്. നമ്മുടെ സിസ്റ്റം നന്നായിരിക്കുന്നു. ഇത് സ്ഥിരതയുള്ളതും സുരക്ഷിതവും പൂർണ്ണമായും പ്രവർത്തനക്ഷമവുമാണ്. അത് നമ്മൾ മനസ്സിൽ വെക്കണം. നമ്മൾ സുഖമായിരിക്കും. നന്ദി. നന്ദി സഹോദരൻ ഒലിവർ. സഹോദരൻ വിൻസെന്റ്, എന്തെങ്കിലും പ്രോത്സാഹന വാക്ക്? ഓ അതെ, നന്ദി സിസ്റ്റർ കോൺഫർട്ട്. സംസാരിച്ച എല്ലാവർക്കും നന്ദി. ഞങ്ങളെ കാണുന്നവർക്കും നന്ദി. ഇവിടെ എല്ലാം പറയപ്പെട്ടു കഴിഞ്ഞു. ബോബ് മുതൽ ഒലിവർ വരെ എല്ലാം ഇവിടെ പറഞ്ഞു. നല്ല വിവരങ്ങൾ. പക്ഷേ ഞാൻ ഇവിടെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത് ആളുകൾ പെരുമാറണം എന്നതാണ്. കാരണം പെരുമാറ്റം വളരെ പ്രധാനമാണ്. ഇന്നലെ നമ്മുടെ മീറ്റിംഗിൽ ഞാൻ ഇതേ കാര്യം പറഞ്ഞു. നമ്മൾ കുട്ടികളെപ്പോലെ പെരുമാറരുത്. നമ്മൾ മുതിർന്നവരെപ്പോലെ പെരുമാറണം. കാരണം നിങ്ങൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവർ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ കുട്ടികളല്ല, നമ്മൾ മുതിർന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യരുത് എന്ന് പറയുമ്പോൾ ചെയ്യരുത്. ലളിതം. ആളുകൾ ഇന്റർനെറ്റിൽ വിവരങ്ങൾ ഇടരുത് എന്ന് പറയുമ്പോൾ ഇന്റർനെറ്റിൽ ഇട്ടാൽ ആളുകൾക്ക് അത് ലഭിക്കുമായിരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ. പക്ഷേ ആളുകൾ മുഴുവൻ ലിങ്കും പകർത്തി അവിടെ പോസ്റ്റ് ചെയ്യും. പക്ഷേ അദ്ദേഹം പറഞ്ഞു ചെയ്യരുത്. ഇത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണോ? ചെയ്യരുത്. അദ്ദേഹം ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങളാണ് ആളുകൾ ചെയ്യുന്നത് എന്നതാണ് എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത്. അതുകൊണ്ട് ദയവായി സുഹൃത്തുക്കളെ, നമ്മൾ മുതിർന്നവരെപ്പോലെ പെരുമാറുക. നമ്മൾ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യരുത്. നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണും, ആളുകൾ അത് ചെയ്യില്ല. പക്ഷേ അദ്ദേഹം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവർ അതിന്റെ വിപരീതമായി ചെയ്യും. അതുകൊണ്ട് ദയവായി നമ്മൾ അങ്ങനെ പെരുമാറരുത്. നമ്മൾ മുതിർന്നവരെപ്പോലെ പെരുമാറുക. നമ്മുടെ സ്ഥാപകൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് കൃത്യമായി ചെയ്യുക. കാരണം അദ്ദേഹം നമ്മളോട് അവിടെ പോസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു. അതിനൊരു കാരണമുണ്ട്. സഹോദരൻ ബോബും ഒലിവറും പെരുമാറ്റച്ചട്ടത്തെക്കുറിച്ച് സംസാരിക്കുന്നതുപോലെ ഇതും പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമാണ്. പുറത്തേക്ക് അയക്കരുത്. നിങ്ങൾ അത് പറയരുത്. രഹസ്യാത്മകത വളരെ പ്രധാനമാണ്. സമഗ്രത വളരെ പ്രധാനമാണ്. ലഭ്യത. ഇത് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന ജോലിയുടെ ഭാഗമാണ്. രഹസ്യാത്മകത, സമഗ്രത, ലഭ്യത. അതുകൊണ്ട് നമ്മൾ ഇത് നമ്മുടെ മനസ്സിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലും സൂക്ഷിക്കണം. ആരെങ്കിലും എന്നോട് ഒരു കാര്യം പറയുമ്പോൾ അത് രഹസ്യമാണ്. ഞാൻ അത് പുറത്തേക്ക് തുപ്പരുത്. അത് രഹസ്യമാണ്. വിവരങ്ങളുടെ സമഗ്രത. നിങ്ങൾ വിവരങ്ങൾ സംരക്ഷിക്കണം. വിവരങ്ങൾ മോശം കൈകളിലേക്ക് പോകാതിരിക്കാൻ. കാരണം രാവും പകലും നമുക്ക് ചുറ്റും മോശം ആളുകളുണ്ട്. അവരെയാണ് നമ്മൾ മോശം ആളുകൾ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മിസ്റ്റർ ആഷ് മുഫാറയെ നശിപ്പിക്കുകയല്ല, നമ്മൾ നമ്മളെത്തന്നെയാണ് നശിപ്പിക്കുന്നത്. കാരണം വിവരങ്ങൾ മോശം ആളുകളിലേക്ക് പോകും. അതിനുശേഷം നമ്മൾ തിരികെ വന്ന് പരാതിപ്പെടും, ഓ, കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നടക്കുന്നില്ല. നിങ്ങൾ തന്നെ രഹസ്യാത്മകത പാലിക്കുന്നില്ലെങ്കിൽ, വിവരങ്ങൾ സംരക്ഷിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ അത് പുറത്തേക്ക് അയക്കുകയാണെങ്കിൽ, വിവരങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അത് മുന്നോട്ട് പോകില്ല. ഒരു മനുഷ്യൻ 2 ചുവട് മുന്നോട്ട് വെക്കുമ്പോൾ നമ്മൾ അവനെ 4 ചുവട് പിന്നോട്ട് കൊണ്ടുവരുന്നു. അതുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ദയവായി നമ്മൾ നമ്മളെ തന്നെ സഹായിക്കുക. മിസ്റ്റർ ആഷ് മുഫാറയെ സഹായിക്കുക. നമ്മൾ മുതിർന്നവരായിരിക്കുക. മിസ്റ്റർ ആഷ് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടുന്നത് കൃത്യമായി ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്തവണ മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ യാത്ര അഭിവൃദ്ധിപ്പെടും. നിങ്ങൾ ഒരു പുതിയ കാർ വാങ്ങുമ്പോൾ നിങ്ങൾ അതിൽ മാലിന്യം ഇടില്ല. നിങ്ങൾ കാർ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കും. നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ സുഖമായിരിക്കും. നിങ്ങൾ സന്തോഷവാനായിരിക്കും. നിങ്ങൾ പോയി കാറിൽ ഭക്ഷണ അവശിഷ്ടങ്ങൾ ഇടുകയോ കാറിന്റെ വേഗത കൂട്ടുകയോ ചെയ്യില്ല. ഇല്ല, കാരണം അത് പുതിയതാണ്. നിങ്ങൾക്ക് പുതിയ കാറിന്റെ മണം ആസ്വദിക്കണം. നിങ്ങൾ അതിൽ പഴയ ഭക്ഷണ അവശിഷ്ടങ്ങളോ
ഈ മാലിന്യങ്ങളോ ഇടാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾക്ക് പുതിയ കാര്യങ്ങൾ വേണം, എല്ലാം മനോഹരവും ശരിയായതുമായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും, നിങ്ങൾ കുടുംബത്തെയും സുഹൃത്തുക്കളെയും കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അതിൽ അഭിമാനിക്കാം. അതുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നന്ദി, സിസ്റ്റർ കോൺഫർട്ട്. കൃത്യം, നന്ദി. എനിക്ക് ചിരി നിർത്താൻ കഴിഞ്ഞില്ല. സുഹൃത്തുക്കളെ, വിൻസെന്റ് ഇങ്ങനെ ആവാറില്ല. കാരണം ചില സമയങ്ങളിൽ നിങ്ങൾ മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ സംസാരിച്ച് നിങ്ങൾ ദേഷ്യപ്പെടാൻ നിർബന്ധിതരാകുന്നു. ക്ഷമിക്കണം. ഇന്ന് നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കേണ്ടി വന്നു. പൊതുജനങ്ങളെ, ക്ഷമിക്കണം. ചിലപ്പോൾ ഇത് സംഭവിക്കേണ്ടതുണ്ട്. കാരണം ഇത് വളരെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യമാണ്. കാരണം നമ്മൾ എല്ലാവരും മുതിർന്നവരാണ്. പക്ഷേ അവർ ചെയ്യരുത് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകുമോ? എന്നിട്ട് അതിന്റെ വിപരീതം ചെയ്യുന്നു. എന്തായാലും എല്ലാത്തിനുമുപരി ഭാവി ശോഭനമാണ് എന്ന് ഞാൻ കരുതുന്നു. എന്റെ അവസാനത്തെ 2 സഹോദരിമാർ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പ്രോത്സാഹന വാക്ക് പറയാൻ ആഗ്രഹമുണ്ടോ, മോ സിസ്റ്റർ? എന്റെ സഹോദരൻ വിൻസെന്റ് ഇപ്പോൾ പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എല്ലാ സ്പീക്കർമാർക്കും നന്ദി. ഞാൻ അതിലേക്ക് ഒരു ചെറിയ കാര്യം കൂട്ടിച്ചേർക്കട്ടെ. ഒരു പാർട്ടിക്കായി നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാളെ ക്ഷണിക്കുന്നത് സങ്കൽപ്പിക്കുക. നിങ്ങൾ ആരെയാണ് ക്ഷണിക്കുക? നിങ്ങൾക്കറിയാവുന്ന ഒരാളെ, മേശപ്പുറത്ത് ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഒരാളെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ. നിങ്ങൾ ആരെയും നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഈ 10 ഇടങ്ങളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ 2 സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 പേരെ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് കുറഞ്ഞത് 2 പേരെ ഉണ്ടായേക്കാം. അവരെ നിങ്ങളോടൊപ്പം കൂട്ടുക. കാരണം ആ 2 പേർ വരുമ്പോൾ അവർക്കറിയാവുന്ന 2 പേർ അവർക്കും ഉണ്ടാകും. അതാണ് നിങ്ങളുടെ സർക്കിൾ. നിങ്ങൾക്കൊപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. എനിക്ക് നൃത്തം ചെയ്യാൻ ഇഷ്ടമാണ്. നൃത്തം ചെയ്യേണ്ട സമയം വരുമ്പോൾ എന്നോട് ഇരിക്കാൻ പറയുന്ന ഒരാളെ എന്റെ സർക്കിളിൽ എനിക്ക് വേണ്ട. അതിനർത്ഥം ആ വ്യക്തി എന്റെ കൂടെ യാത്ര ചെയ്യേണ്ട ഒരാളല്ല. നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ, വിമാനത്താവളത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, നമുക്ക് അവിടെ ഇരുന്ന് രാത്രി മുഴുവൻ സംസാരിക്കാൻ കഴിയുന്ന ഒരാളെയാണ് എനിക്ക് വേണ്ടത്. നമ്മുടെ വിമാനത്തിന് കാലതാമസം ഉണ്ടായെന്നോ മറ്റെന്തെങ്കിലുമോ ഓർക്കാതെ. അതാണ് നിങ്ങളുടെ സർക്കിൾ. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ, നിങ്ങളുടെ വീട്ടിൽ ഒരു പിറന്നാൾ ക്ഷണത്തിനുള്ള ടിക്കറ്റ് നിങ്ങൾ തെരുവിലും എല്ലാ അയൽവാസികൾക്കിടയിലും ഇട്ടു എന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരാൾ വരുന്നു. അവർക്ക് നിങ്ങളുടെ ഭക്ഷണം ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ പാചകം ചെയ്തൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ വീട്ടിലെ ഒന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പോലും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവർ നിങ്ങളുടെ സർക്കിളിൽ ഉള്ളവരല്ല. അവർ മേശപ്പുറത്ത് ഇരിക്കുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് പരാതി പറയലാണ്. നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുമോ? അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും വേണ്ടി സത്യസന്ധമായിരിക്കുക. ശരിയായത് ചെയ്യുക. നന്ദി, അതൊരു നല്ല കാര്യമായിരുന്നു. സിസ്റ്റർ ഫി, പെട്ടെന്ന് ഒരു വാക്ക്, ഉപദേശം അല്ലെങ്കിൽ പ്രോത്സാഹനം. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെങ്കിൽ ലളിതമായി പറഞ്ഞാൽ, അനുസരണ, വഴക്കം, അനുസരണം. അവർ പോവുക എന്ന് പറയുമ്പോൾ പോകാൻ തയ്യാറായിരിക്കുക. അവർ നിർത്തുക എന്ന് പറയുമ്പോൾ നിർത്തുക. ലളിതം. അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയാം. അവർ അതിൽ വിദഗ്ധരാണ്. നമ്മൾ ശാന്തമായി പിന്തുടരുക. ഒരു ആട്ടിൻകുട്ടിയെപ്പോലെ എന്ന് നിങ്ങൾ പറയുന്നു. നല്ലത്, നല്ലത്. നന്ദി, നന്ദി, നന്ദി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മിപ്പിക്കട്ടെ. നമ്മൾ ഈ രജിസ്ട്രേഷൻ കാര്യം തുടങ്ങിയ നിമിഷം നമുക്ക് ചുറ്റും സ്മാർട്ട് ആളുകളുണ്ട്. കാരണം എന്റെ സഹോദരൻ ബോബ് ഊന്നി പറഞ്ഞതുപോലെ, വിഷയം സ്വയം സംസാരിക്കുന്നു. എല്ലാവർക്കും ഇടമുണ്ട്. അതെ, ആഷ് തന്റെ കൈകൾ എല്ലാവരെയും ആശ്ലേഷിക്കാൻ വേണ്ടി അത്രയും തുറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ചിലരെ കൊണ്ടുവരില്ല. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ചിലരെ കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള ഒരാളല്ലെങ്കിൽ, നിങ്ങളുടെ അലമാരയിൽ രഹസ്യമായി ഒളിപ്പിച്ചുവെച്ചതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടമുണ്ട്. പക്ഷേ ചില ആളുകളുണ്ട്. അവർക്ക് സ്വയം അറിയാം അവർ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന്. അവർ വളരെ സ്മാർട്ടാണ്. അവർ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും നിങ്ങളെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാൻ ക്ഷണിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. കാരണം അവർ വാട്സാപ്പ് ഗ്രൂപ്പുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ലിങ്കുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുമായി അത് കുറച്ച് അടുത്തായി തോന്നാം. അതുകൊണ്ട് നിങ്ങൾ വിക്ടറി വിത്ത് ആഷിൽ ചേരുകയാണ് എന്ന് കരുതി നിങ്ങൾ ചേരുന്നു. പക്ഷേ അത് മറ്റൊരാളായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കുകയോ ആരെങ്കിലും നിങ്ങളെ എന്തെങ്കിലും ചേരാൻ ക്ഷണിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കുക, സ്ഥിരീകരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ കൂട്ടങ്ങളായി പ്രവർത്തിക്കാൻ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ കണ്ണടച്ച് അതിൽ ചാടി വീഴരുത്. നിങ്ങൾ അറിയുന്നതിന് മുൻപ് നിങ്ങൾ കുടുങ്ങിപ്പോകും. എന്നിട്ട് നിങ്ങൾ കരയുന്നതായി കണ്ടെത്തും. നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കുക.
എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പതിവുപോലെ ഇതൊരു മികച്ച വെബിനാർ ആയിരുന്നു. സുഹൃത്തുക്കളെ, ഇത് ഒരുപാട് ദൂരം പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കാണുന്ന യൂട്യൂബ് ചാനൽ ഏതാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, പങ്കുവയ്ക്കുക. അതുകൊണ്ട് എല്ലാവർക്കും ഈ വിവരങ്ങൾ ലഭിക്കും. ആളുകൾ തെറ്റിപ്പോകുകയോ ഇവിടെ ഉത്തരം നൽകിയ ചോദ്യങ്ങൾ ചോദിക്കാൻ തിരികെ വരികയോ ചെയ്യില്ല. ഒരുപാട് നന്ദി. നിങ്ങൾക്ക് ഒരു മികച്ച ആഴ്ച ആശംസിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം കാണാം. ഈ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും നന്ദി. സത്യസന്ധമായ വാർത്തകൾ വേഗത്തിൽ ലഭിക്കാൻ വിക്ടറി വിത്ത് ആഷ് കേരള എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുക.